നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ടോണി മാമച്ചനെ ഗ്രേസമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ടോണിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് മാമച്ചനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് അവർ അവിടേക്ക് പോകുകയോ ചെയ്തേ. പക്ഷെ ഇത്തവണ മാമച്ചനെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അധികം ഡ്രൈവ് ചെയ്ത് പോരുമെന്നൊക്കെ. അതുകൊണ്ട് മാത്രം ടോണി വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ മാമച്ചനും ഗ്രേസമ്മയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു സ്വീകരണം തന്നെയാണ് ടോണിക്ക് വീട്ടിൽ കൊടുത്തത്. അങ്ങനെ അവൻ വന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്കുട്ടി പോയി കുടിക്കാനൊക്കെ എടുത്തോണ്ട് കൊടുക്കുന്ന സമയത്ത് ടോണി ചോദിച്ചു, അല്ല ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗ്രേസം പറഞ്ഞു, അത് പിന്നെ ഞാനും മാമച്ചാനും ഇവളും മാത്രമുള്ളെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു മോനുണ്ടായിരുന്നു, അവൻ മരിച്ചു പോയതാന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ ടോണി അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും ചോദിക്കാനായിട്ട് പോയില്ല. പിന്നീട് മാമച്ചൻ ചോദിച്ചു, അല്ല എന്താ ടോണി കാണണമെന്ന് പറഞ്ഞേ, എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താന്ന് ചോദിച്ചു. ടോണി പറഞ്ഞല്ല, മുമ്പ് നിങ്ങൾ അവിടെ വന്ന് ഷെറിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭാര്യയായിരുന്നു അവള്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അന്ന് നിങ്ങൾ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് അതൊക്കെ അന്വേഷിച്ച് അവിടേക്ക് വന്നത്? നിങ്ങൾക്ക് ഷെറിനുമായിട്ട് എങ്ങനെയാ ബന്ധം എങ്ങനെയൊക്കെ ചോദിക്കുവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മാമച്ചൻ ഗ്രേസമ്മേനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അല്ല അത് പിന്നെ ടോണി, ഒരു കാര്യമില്ല, നിങ്ങൾ ഇത്ര ദൂരെന്ന് അവിടെ വരെ വരില്ല എന്ന് എനിക്കറിയാം. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. ഷെറിനെ നിങ്ങൾക്ക് മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ? നിങ്ങൾ പിന്നീട് അതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ച് വന്നില്ല ആ കുഞ്ഞിനെ കുറിച്ചൊക്കെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു, അന്ന് ഞങ്ങൾക്ക് അങ്ങനെ അന്വേഷിച്ച് വരേണ്ടതായിട്ട് വന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്നീട് അങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഈ സമയം ഗ്രേസം പറഞ്ഞു, അതെ, പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ എന്തിനാ ആ കുഞ്ഞിനെ അന്വേഷിച്ചതെന്ന് ചോദിച്ചു. ഷെറിൻ്റെ കുഞ്ഞിനെ, അതിനെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണത്. എന്താണ് ബന്ധം എങ്ങനെയാന്നൊക്കെ. കാരണം ഷെറിൻ്റെ വീട്ടുകാർക്കില്ലാത്ത ആ ഒരു ചൂടും കാര്യങ്ങളും ഇവർക്കുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അതാണ് ടോണി ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഗ്രേസമ്മ ആ കാര്യം പറയണേ. അതെ, ആ കുഞ്ഞ് എൻ്റെ മകൻ്റെ കുഞ്ഞായിരുന്നു പറയണോ? ഒരു നിമിഷം ടോണി ഞെട്ടിപ്പേ. ടോണി എന്താ പറഞ്ഞേ? അതെ, ഷെറിൻ്റെ വയറ്റ് വളർന്നു വന്ന എൻ്റെ മകൻ്റെ കുഞ്ഞായിരുന്നു. ഷെറിൻ പ്രസവിച്ച എൻ്റെ മകൻ്റെ കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെങ്കിലും കാണാൻ പറ്റുമോ അല്ലെങ്കിൽ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ടോണിക്ക്. ആ സമയത്താണ് രേവതിക്കുട്ടി ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നത്. കാരണം അപ്പോഴേക്കും തന്നെ ഗ്രേസമ്മയ്ക്കും മാമച്ചനൊക്കെ ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. ടോണിയോട് മാമച്ചൻ്റെ ഗ്രേസമ്മയുടെ ഒരേ ഒരു മോൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. എങ്ങനെയാണ് ജിജോ മരിച്ചതെന്നുള്ള കാര്യം, ആക്സിഡന്റ് മരിച്ച് അവർ തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് ഷെറിൻ പ്രഗ്നൻ്റ് ആയ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ടോണിക്കും ഭയങ്കര വിഷമായി. അയാളും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രേവതിക്കുട്ടി പറഞ്ഞു, വാ ടോണി ചേട്ടാന്ന് പറഞ്ഞ് ടോണിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ജിജോയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് ഷെറിൻ്റെയും ജിജോയുടെയും കുറച്ച് ഫോട്ടോസുകളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അവരെത്രമാത്രം സ്നേഹിച്ചിരുന്നു, എത്ര ആഴത്തിലുള്ള ബന്ധമായിരുന്നെന്ന് ടോണിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് ഷെറിന് തൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചിട്ടും വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നെന്ന്. ഇത്രമാത്രം ജിജോ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്നോട് അവൾക്ക് പെട്ടെന്ന് അടുക്കാൻ സാധിക്കാതിരുന്നത്. പിന്നെ അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾക്കുണ്ടായ വേദന എന്താണെന്ന് ടോണി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പിന്നെ ടോണി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസം പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ നഷ്ടപ്പെട്ടു, പക്ഷെ ഞങ്ങളുടെ മോൻ്റെ കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു. അതിനെങ്കിലും ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടേക്ക് വന്നത്. പക്ഷെ ആ പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ലാതായെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ടോണി പറഞ്ഞു, ഇപ്പോഴാണ് ആൻറ്റി ഞാനും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നുണ്ട്. ആ കുഞ്ഞ് എവിടെ ഉണ്ടെങ്കിലും അവളെ കണ്ടുപിടിക്കാണ്ട് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് മാമച്ചൻ പറഞ്ഞു, ഷെറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. ഷെറിന് ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല. ഷെറിൻ്റെ വീട്ടുകാരാണ് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അവളെ നയിച്ചിട്ടുണ്ടായിരിക്കുക. അതിന് ഷെറിൻ കുറ്റക്കാരിയല്ലെന്ന് പറഞ്ഞു. ടോണിക്ക് മനസ്സിലായി. കാരണം താൻ അവൾ ഉപേക്ഷിച്ച് തെറ്റായിപ്പോയി. അവൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു ജിജോനെ. പിന്നെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവരാണല്ലോ. അപ്രതീക്ഷിതമായിട്ട് അവൻ്റെ വിയോഗം അവളെ തളർത്തി കളഞ്ഞത്. അങ്ങനെ ടോണി അവർക്ക് ഉറപ്പ് കൊടുത്തു, എവിടെയുണ്ടെങ്കിലും ആ കുഞ്ഞിനെ കണ്ടെത്തി തരാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് പോകാനിറങ്ങുന്നത്. ആ സമയത്ത് ഗ്രേസം ഒരു കാര്യം കൂടെ പറഞ്ഞു, മോനെ അവൾ പാവമാണ് ഷെറിന്, പറ്റുമെങ്കിൽ അവളെ കൈവിടല്.
അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞങ്ങൾ കണ്ടതാണ്. അവൾ ഒരു മുഴുഭ്രാന്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട് നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ നീ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ടോണി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മ മാമച്ചനോട് പറഞ്ഞു, മാമച്ചായ ഇപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി, ദൈവം ഉണ്ടെന്ന്. അതെന്താ ഗ്രേസമ്മേ? അല്ലെങ്കിൽ പിന്നെ ടോണി ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരുമോ? ഇനി എന്താണെങ്കിലും നമ്മുടെ മോളെ ടോണി കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ മാമച്ചനും സന്തോഷം ഉണ്ടായിരുന്നു. ഈ സമയത്ത് രേവതിക്കുട്ടി വൈജയെ ആഹാരം കഴിക്കാനായിട്ട് പോയി വിളിക്കുന്നുണ്ട്. ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം വന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞു. നിന്റെ ഒരു ആഹാരം, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ വരണ്ട. നീ എന്ത് കാണിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് കഴിക്കാൻ വേണമെന്ന്? ദേ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ല ഞാൻ കുടിച്ചോ കഴിച്ചോ നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ. അവള് വന്നിരിക്കുന്നു. അതെ, നീ മറ്റുള്ളവരുടെ അടുത്തെടുക്കുന്ന അധികാരം ഇതൊന്നും എൻ്റെ അടുത്തേക്ക് എടുക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ. എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോണം, അവള് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അലീന കൂടുതലൊന്നും പറയാൻ പോയില്ല. അലീന ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു. ബാലേന്ദ്രൻ മുന്നിൽ വെച്ചു, എന്താ കാര്യം എന്താന്ന് വെച്ചു. അല്ല അത് പിന്നെ ഞാൻ മാഡത്തിനോട് കഴിക്കാൻ വേണമെന്ന് ചോദിച്ചാ. എന്നിട്ട് എന്ത് പറഞ്ഞു? അല്ല ചീത്ത പറഞ്ഞു കാണുമല്ലേ, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ ആരാന്ന് അവളുടെ വിചാരം? നിനക്ക് എന്താ അലീനെ? അവൾ കഴിക്കോ കുടിക്കോ എന്ത് വേണം ചെയ്യട്ടെ, നീ അത് നോക്കേണ്ട കാര്യമില്ല. അല്ല അത് പിന്നെ ഈ വീട്ടിൽ കഴിയുമ്പം കഴിക്കാതിരുന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചു. ബുദ്ധിമുട്ട്? അവളുടെ ബുദ്ധിമുട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. എത്രയാന്ന് പറഞ്ഞാൽ അവളുടെ തലയിലേക്ക് കയറില്ല. അവളുടെ അഹങ്കാരത്തിനൊരു കുറവും വന്നിട്ടില്ല. അവളെ രണ്ടെണ്ണം പറയാതെ എനിക്കൊരു മനസ്സമാധാനം ഇല്ലെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പോകാൻ തുടങ്ങിയപ്പോൾ അലീനെ ആ കയ്യിലേക്ക് പിടിച്ചു. വേണ്ടച്ച, ഒരു പ്രശ്നത്തിനൊന്നും പോവണ്ടെന്ന് പറഞ്ഞു. വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ കുടുംബം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അലീനയ്ക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ വൈജ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ വൈജയ്ക്ക് മാറ്റം ഉണ്ടാവുന്ന. പക്ഷേങ്കിൽ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ടാണ് അലീന അങ്ങനെയൊക്കെ പറയണേ. പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛൻ പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതല്ലേ, അച്ഛൻ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രൻ അങ്ങോട്ട് പോയതിന് ശേഷം രോഹിത്തിനുള്ള ആഹാരമായിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് രോഹിത്ത് അലീനയെ നോക്കി. അപ്പോഴേക്കും അലീന പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞു. രോഹിത്തിരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും അലീനയുടെ മുന്നിൽ രോഹിത്ത് മനസ്സ് തുറക്കുന്നുണ്ട്. എനിക്കറിയാം അലീന ചേച്ചി ആരാ എന്താ ഏതാന്നൊക്കെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, എന്തറിയാന്ന്? ഒരു പക്ഷേ എന്നെ ഇത്ര അധികം സ്നേഹിക്കണമെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പായിരിക്കും, അല്ലെ എന്നെ ഇങ്ങനെ സ്നേഹിക്കുമോ? ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിക്കേണ്ട ആൾ അലീന ചേച്ചിയാണ്. എൻ്റെ വീട്ടുകാർ പോലും എന്നെ കൈവിട്ട സമയത്ത് എന്നെ രക്ഷിക്കാനായിട്ട് അലീന ചേച്ചിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ചേച്ചിയുടെ കരുണ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ദേഷ്യമായിരുന്നു ചേച്ചിയും കൂടെ വന്നു കഴിഞ്ഞപ്പം. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അച്ഛനും ചേച്ചിയും വെച്ച് സംശയം പോലും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ ഈ വീട് വിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അത് കൂടി. ഞാൻ ഒത്തിരി ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കറിയാം ഞാൻ എത്രമാത്രം വലിയ തെറ്റാ ചെയ്തതെന്ന്. ഒരിക്കലും ഞാനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നൊക്കെ പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് അലീനയോട്. അലീന അവനെ ഉപദേശിക്കുന്നുണ്ട്. കാരണം അവളുടെ കുഞ്ഞനുജനല്ലേ, അവൾക്ക് അങ്ങനെ കൈവിടാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അവൾ ആപത്തിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ചുകൊണ്ട് വന്നേ. നീ ധൈര്യമായിട്ടിരിക്കുക, നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് പിന്നെ സങ്കടപ്പെടണ്ട, ഇതെല്ലാം മാറും, നല്ലൊരു ദിവസം നിനക്കായിട്ടും വരുമെന്ന് പറഞ്ഞു. അതെ, നമ്മൾ തെറ്റ് തിരുത്തി ജീവിക്കുക ചെയ്യേണ്ടത്. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല. പക്ഷെ തെറ്റാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകരുത്, അത് തിരുത്തി ജീവിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരിയാ ചേച്ചി, എനിക്കിങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മ പോലും എനിക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. എപ്പോഴും ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തി വൈജ സംസാരിക്കുന്നതാണ് കേട്ടോളെ. വൈജ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ അനുസരിച്ചോണം. ബാലേന്ദ്രൻ പിന്നെ മുമ്പ് അങ്ങനെ കൂടുതലൊന്നും പറയാറൊന്നുമില്ലായിരുന്നു. കുടുംബത്തിൽ കിടന്നൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയേ. ഇപ്പോഴാണ് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പോലും. ചേച്ചി ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ കിടക്കുന്ന വഴക്കുകളും കാര്യങ്ങളൊക്കെ അതെല്ലാം കണ്ടിച്ചപ്പോൾ ഞാൻ കരുതി ചേച്ചിയുടെ ഭാഗത്ത് തെറ്റെന്ന്. ചേച്ചി കാരണമാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിനെ എതിർത്തിരുന്നത്. എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞു. സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിതിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അലീനയ്ക്കും ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവന് ഇത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ തന്നെ കൂടി സാധിച്ചല്ലോ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമില്ല. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും ഇവന് ഈ മാറ്റം ഉണ്ടായത്. അല്ലെങ്കിലോ
ഇവൻ തന്നെ ഒരിക്കലും ചേച്ചിയായിട്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഇവന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആ ഹരിയുടെ വലയിൽപ്പെട്ട് വീണ്ടും ഇവൻ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നേനം. ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് ഇവൻ പോയേനം. എന്തോ ഭാഗ്യം കൊണ്ടാണ് അന്ന് ഇവൻ രക്ഷപ്പെട്ടത് പോലും. അല്ലായിരുന്നെങ്കിൽ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഹരിയോടൊപ്പം ഇവനും അകത്ത് കിടക്കേണ്ടവനാ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടായി. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ, അച്ഛൻ്റെ ഒക്കെ പ്രാർത്ഥനയുടെ ബലമായിരിക്കും ഒന്നും സംഭവിക്കാതിരുന്നേ. പിന്നീട് അവന് അലീനെ ആശ്വസിപ്പിച്ചിട്ട് താഴേക്ക് വരുമ്പോഴത്തേനാണ് കോളിംഗ് ബെൽ അടിച്ചത്. അപ്പോൾ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഡെലിവറി ബോയ് ആയിരുന്നു. വൈജിക്കുള്ള പാഴ്സലുമായിട്ടാണ് വന്നത്. വൈജി അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അലീന് നോക്കി അത് വൈജിക്കുള്ളതെന്ന് മനസ്സിലായി. അലീന് നേരെ വൈജിയുടെ മുറിയിലേക്ക് വന്ന് കഥയെ മുട്ടുവാണ്. അപ്പോഴേക്കും വൈജി ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നു. എന്താടി, നീ വീണ്ടും എന്നെ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വന്നാണോ? നിന്നോട് പറഞ്ഞാൽ നിനക്ക് ഒട്ടും കേൾക്കത്തില്ലേ? അതെ, ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ആ പാഴ്സൽ അങ്ങോട്ട് കൊടുക്കണം. വൈജി ഇങ്ങനെ നോക്കി, എന്നിട്ട് അതങ്ങോട്ട് വാങ്ങി. അലീന ഒന്നും മിണ്ടിയില്ല. ഫുഡാണോന്നൊന്നും ചോദിച്ചു പോലുമില്ല. അനിയനിക്കറിയാലോ ഫുഡാന്നുള്ള കാര്യം. അലീന ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടക്കുകയോ ചെയ്തേ. കാരണം വൈജി ഇനി ഒരു കാരണവശാലും അലീനയുടെ സഹായം സ്വീകരിക്കണ്ട. കാരണം ബബിതയും കൃഷ്ണമോളും തന്നെ പറഞ്ഞല്ലോ അലീന ചേച്ചി ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ അമ്മയ്ക്ക് കഴിക്കാമല്ലോ. അപ്പം പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പ്രതികാരം എന്ന വണ്ണമാണ് വൈജി ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അവളുണ്ടാക്കുന്ന ഒരു സാധനം വേണ്ട എന്നൊരു രീതിക്ക്. പക്ഷെ വൈജിക്ക് അറിയില്ലോ തനിക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. തൻ്റെ കുട്ടികൾ വരെ തനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇവിടെ പിടിച്ചെൽപ്പുണ്ടാകത്തില്ലെന്ന് വൈജിക്കറിയാം. വൈജി തോറ്റു പോകാമെന്ന് വൈജിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സമനില ഏറ്റുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ആ കുടുംബത്തെ എല്ലാവരെയും കൂടെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടാനുള്ള ശ്രമത്തിലാണ് അലീന. മക്കളെയും ബാലേന്ദ്രനെ എല്ലാവരെയും അലീന ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇനി വൈജയും കൂടെ ഒന്ന് തിരിഞ്ഞു വന്നാൽ മാത്രം മതി. പക്ഷേ വൈജയുടെ സ്വഭാവം അത് പെട്ടെന്ന് മാറുന്ന സ്വഭാവമല്ലല്ലോ. എന്താണെങ്കിലും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പം അതിൻ്റെ കഥയ്ക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.